ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ബസന്തനഗർ ബീച്ച് കാണാൻ വേണ്ടി കേട്ടോ. ഇത് ഇന്നും നിലൊന്നും പോയ വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. ഗാലറി തപ്പിയപ്പോൾ അവിടെ കിടന്ന് തുരുമ്പ് പിടിച്ച് തുടങ്ങുന്ന ഒരു വീഡിയോസാണ് കേട്ടോ. ഈ വീഡിയോ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ശിവാനിയാണ്. ശിവാനി തന്നെ ഞാനിടുന്ന പല വീഡിയോസും കാണുമ്പോൾ വിചാരിക്കും, അയ്യോ ചേച്ചി അന്നത്തെ വീഡിയോ പോലും ഇതുവരെ പോസ്റ്റ് ചെയ്തില്ലല്ലോ, അവളുള്ളൊരു വീഡിയോ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ ലേറ്റസ്റ്റ് ആയപ്പോൾ ഞാൻ എടുത്ത ടെമ്പിളൊക്കെ കാണാൻ വേണ്ടി പോയില്ലേ, ആ വീഡിയോസ് വരെ ഞാൻ പോസ്റ്റ് ചെയ്ത് ഒരു 3-4 മാസം മുന്നേ എടുത്ത ഈ വീഡിയോസ് ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്യാതെ വെച്ചേക്കുമായിരുന്നു. കാരണം ഒന്നും മടി, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ സിറ്റുവേഷനും കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് കേട്ടോ എഡിറ്റ് ചെയ്യാനും ഇതാക്കാനുള്ള മടി കാരണം കൊണ്ടാണ് നമ്മൾ പല വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യാത്തതായിട്ടോ. പിന്നെ നമുക്കിതിനെപ്പറ്റി ഒന്നും ഏകദേശം ഒരു അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഞാൻ ചുമ്മാ ഫോണും കൊണ്ട് ഇറങ്ങും, കുറേ വീഡിയോസൊക്കെ എടുക്കും. പക്ഷേ അത് എഡിറ്റ് ചെയ്യാനോ അതിന് വോയിസ് ഓവർ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും എനിക്ക് വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ഇഷ്ടം കൊണ്ട് മാത്രം നമ്മൾ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കണമെന്നല്ലാതെ ഇപ്പം ഞാൻ തന്നെ ഷോർട്സും കാര്യങ്ങളും കുറേ ചെയ്യും. പക്ഷേ ഈ ഒരു ലോങ് വീഡിയോ ചെയ്യാന്നുള്ളതൊക്കെ നന്നായിട്ട് നമുക്കതിനെപ്പറ്റി അറിയണം. അല്ലാതെ ചുമ്മാ നമ്മളൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലൊന്നും മറ്റുള്ള കാരണം നമ്മളെ വ്യൂവേഴ്സിനെ ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഈ ഒരു സ്ഥലം കാണാൻ പോയത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യും വേണം. പിന്നെ ശിവാനിയുള്ള ഒരു നല്ലൊരു മൊമെൻ്റ് അല്ലേ, ആ ഒരു മൊമെൻറ്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം അവൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം ബീച്ച് കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ശിവാനിയെ പറ്റി പറയുമ്പോൾ 100 നാവാണ്. കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ്. കാരണം ഞാനിവിടെ വരുന്ന ടൈമിലേ അവളുണ്ട് കേട്ടോ. എൻ്റെ ചെറിയ കുഞ്ഞനിയത്തിനെ പോലെ ഞാൻ കാണുന്ന ഒരാളാണ് ശിവാനി. അപ്പോൾ അവളുള്ള വീഡിയോ അവിടെ കിടന്ന് തുരുമ്പിക്കരുതല്ലോ എന്നുള്ളതിലാണ് കേട്ടോ ഞാനിവിടെ കൊണ്ടുവന്നത്. അങ്ങനെ അവൾ ഏതായാലും 2 വർഷം കൂടെ നിന്നു. അത് കഴിഞ്ഞവിടെ അവൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത് നേരെ പോകുന്ന നാട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ വേറെ ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കറങ്ങാൻ വേണ്ടിയിട്ടൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. നേരെ പോകുന്നത് ബസന്തനഗർ ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. ബസന്തനഗർ ബീച്ച് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നോക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10 കിലോമീറ്റർ ദൂരമാണ്. അപ്പോൾ പിന്നെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ ഒരു 15 കിലോമീറ്ററോളം. ഇതിന് മുന്നേ അവൾക്ക് ഒരു ദിവസം ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അവൾക്ക് കടൽ കാണാൻ ഭയങ്കര ആഗ്രഹം കേട്ടോ, കടൽ കാണണമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് മറീന ബീച്ചിലായിരുന്നു. ആ വീഡിയോ വരെ ഇതിലുണ്ട് കേട്ടോ. ഒരു 5-8 മാസം മുന്നേ വരെ എടുത്ത വീഡിയോസ് വരെ ഞാൻ പോസ്റ്റ് ചെയ്യാതെ ഇതിലിട്ടേക്കുവാണ്. അന്ന് ഞങ്ങൾ കണ്ടത് നേരെ മറീന ബീച്ചാണ്. അവിടെ കണ്ട് നേരെ പോകുന്നു, അവിടെ ടെൻഷനും കാര്യങ്ങളൊക്കെ മാറി വന്ന് ഇപ്പോൾ പിന്നെ സന്തോഷമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ അവൾക്കാണെങ്കിലും എന്നാൽ ബസന്തനഗർ ബീച്ചിൽ നിന്ന് കാണാൻ പോകാമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ 4 പേരും കൂടെ ഇറങ്ങിയിട്ട് ഞാനും ശിവാനിയുണ്ട്, ഗോപിക്കുണ്ട്, നമ്മുടെ സ്വന്തം ക്രീപ്രി കേട്ടോ, കൃഷ്ണപ്രിയ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ഇറങ്ങിയത്. നമ്മൾ നേരെ ഊബറാണ് ബുക്ക് ചെയ്തത് കേട്ടോ. ഊബർ ബുക്ക് ചെയ്തതിന് ഞാൻ ഫ്രണ്ടിലിരുന്നു, അവർ 3 പേരും ബാക്കിലിരുന്നു കേട്ടോ. കുറേ കഥകളും പാട്ടും ഇതൊക്കെ പാടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പാട്ട് വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ ശിവാനി കയറി പടം ഹെഡ്സെറ്റൊക്കെ ചെവിയിൽ കുത്തി വെച്ചിട്ടാണ് പുറത്തെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഗോപിക പിന്നെ ഇവിടെ പോയി കഴിഞ്ഞാൽ സൈഡ് സീറ്റിലിരുന്നിട്ട് നന്നായി കാഴ്ച ആസ്വദിക്കുന്ന ഒരാളാണ് കേട്ടോ. അവൾ തന്നെ പറയും, അവൾ നാട്ടിൽ പോകുമ്പോഴൊക്കെ ട്രെയിനിൽ പാലക്കാടാണ്, പക്ഷെ നാട്ടിൽ പോകുമ്പോൾ ഡേ ടൈമിലാണ് പോകുന്നത്. പക്ഷെ നന്നായിട്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോകുന്ന കഥകളും കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് കേട്ടോ അവൾ. പിന്നെ ക്രീപ്രി ഇങ്ങനെ ചുമ്മാ ഇത് ചളിയടിക്കും, ഓരോ കഥകൾ പറയും, നമ്മൾ കേട്ട് ചിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ബസന്തനഗർ ബീച്ചിലോട്ടാണ്. സൺഡേ കാരണം കുറച്ചങ്ങ് പോകുമ്പോൾ വലിയ ട്രാഫിക്കൊന്നും ഇല്ല. പിന്നെ ബീച്ചിൻ്റെ അവിടേക്ക് എത്തുന്തോറും ട്രാഫിക്ക് കൂടി വന്നിട്ടോ. നമ്മൾ കാറിലിരുന്ന് മുഷിഞ്ഞു തുടങ്ങി. പിന്നെ AC എല്ലാവർക്കും അലർജിയായ കാരണം നമ്മൾ ACയുടെ ഗ്ലാസ്സൊക്കെ നമ്മൾ താത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് നന്നായി കാറ്റും ഇതൊക്കെ കൊണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ മയങ്ങുന്ന ടീമായ കാരണം നമ്മൾ കയറി വന്ന ഗ്ലാസ്സൊക്കെ താത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പുറത്തെ കാറ്റും കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ പൊന്നെ അത് വേറൊരു വൈബാണല്ലേ. ആ കാറ്റൊക്കെ തട്ടി തലോടിയിട്ടൊക്കെ പോകുമ്പോൾ. അപ്പോൾ നമ്മൾ ഏകദേശം ബീച്ചിലെത്താറായിട്ടോ. നമ്മൾ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട് എത്താറായോ. ഇപ്പത്തെന്ന് പറഞ്ഞ് അങ്ങ് പോവാ. ഒരു 10-11 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. പക്ഷെ പോകുന്ന റൂട്ടായാൽ തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ തന്നെ. ഞാനൊക്കെ ഇത്രയും വർഷം ഇവിടെ നിന്നിട്ട് പോലും ആദ്യമായിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്കൊക്കെ യാത്ര ചെയ്യണത്. ഇവിടുത്തെ ഈ പോകുന്ന വഴിയിൽ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല, ആദ്യമായിട്ട് വരണ കാരണേ. നമ്മൾ നേരെ ബസന്തനഗർ ബീച്ചാണ് നമ്മൾ വെച്ച് പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ടാണ് പിന്നെ പോകുന്ന വഴിയിലൊക്കെ ഞാൻ കുറേ വീഡിയോസ് അങ്ങനത്തെ കാണുന്നുണ്ട്. എന്താണ് അതൊന്നും അറിയത്തില്ല. പിന്നെ
അപ്പോൾ നമ്മൾ ഏകദേശം ബീച്ച് എത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ബീച്ചിൽ വേറെ ഇത് ഫിലിം ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഷൂട്ട് ചെയ്യുന്ന കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. മോഹൻലാലും ശ്രീനിവാസനെല്ലാം മറ്റേ നാടോടിക്കാറ്റ്, പട്ടണപ്രവേശനം, അങ്ങനെ കുറേ ഫിലിമൊക്കെ ഇല്ലേ. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ ഇവിടെ ആയിരുന്നു കേട്ടോ, ഈ ബീച്ചിലെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ബസന്ത് നഗർ ബീച്ചിന് വേറൊരു പേരുള്ളത് ഏലിയറ്റ്സ് എഡ്വിൻ എന്നും കൂടി പേരുണ്ട്. അതായത് ആദ്യത്തെ ഗവർണറെ പേരും കൂടിയാണ് കേട്ടോ, മദ്രാസ് ഗവർണറുടെ പേരാണ്. അപ്പോൾ ആ ഒരു പേരിലും കൂടി ബീച്ച് അറിയപ്പെട്ടു, ഏലിയറ്റ്സ് ബീച്ച് എന്നും കൂടി അറിയപ്പെടാറുണ്ട്. നമ്മളെ നാട്ടിലൊക്കെയാണ് ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കളിയാക്കും അല്ലേ. കുറേ ഇതൊക്കെ കാണുമ്പോൾ ഈ കണ്ട ഒരു പൊട്ട വണ്ടിയിൽ തന്നെ ആരെങ്കിലും ഒന്ന് കയറിയിരുന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഇല്ലാത്തൊരു ഓട്ടോയിലൊക്കെ കയറിയിരുന്ന് നമുക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് നാണക്കേടായി തോന്നും. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും കേട്ടോ. ആരും തമ്മിൽ അങ്ങനെ അയ്യേന്ന് പറയേണ്ട ഒരു ഇതൊന്നും തോന്നും. ഞങ്ങൾ കണ്ട് നമുക്ക് അതിശയത്തോടെ നോക്കുന്നല്ലാതെ, പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കൽ പോലും ഒന്നും നടക്കത്തില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, പച്ചപ്പാട്ടത്. ഇതെനിക്ക് നിലമ്പൂരിലോട്ടൊക്കെ നമ്മളവിടെ പോകുമ്പോൾ കണ്ടിട്ടില്ല, രണ്ട് സൈഡിലും പച്ച മരങ്ങൾ ഇങ്ങനെ നിർത്തിട്ടില്ലേ, രണ്ട് സൈഡിലും നല്ല പച്ച വിരിപ്പ് പോലെ കേട്ടോ, നല്ല മരങ്ങളൊക്കെ കേട്ടോ രണ്ട് സൈഡിൽ. ഈ ഒരു ഏരിയ കാണാൻ തന്നെ ഏകദേശം ബീച്ച് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ തന്നെ ഏകദേശം ബീച്ചിൻ്റെ ആ ഒരു ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. രണ്ട് സൈഡും മൊത്തം മരങ്ങളാണ് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ചെന്നൈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഒരു മരത്തിൻ്റെ തണൽ കാണാൻ കിട്ടുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് കേട്ടോ. കണ്ടോ മറ്റേ ബോഗൺവില്ല കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ഏരിയ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ ചെന്നൈയിൽ വന്നിട്ട് ഇത്രയും കാലമായി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഏരിയ ഒക്കെ കാണുമ്പോൾ കേട്ടോ പ്രത്യേക ഒരു ഭംഗി തോന്നുന്നത്. നമ്മൾ ഇത്രയും ഈ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെയുള്ള ഒരു ഭാഗത്ത് നമ്മൾ എത്തിപ്പെട്ടിട്ടുമില്ല, കാണാൻ കഴിഞ്ഞിട്ടുമില്ല കേട്ടോ. ഇത് ശരിക്കും നല്ല ഭംഗിയുണ്ട് കാണാൻ, പച്ച വിരിച്ച് നിൽക്കുന്ന ഒരു ഇത് കേട്ടോ. അപ്പോൾ ഏകദേശം ബീച്ച് എത്തി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ലോങ് വീഡിയോ ആയിട്ട് എടുക്കുന്ന കാരണം കേട്ടോ, നിങ്ങൾക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമല്ലോ എന്നുള്ളതിലാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ലോങ് ആയിട്ട് തന്നെ എടുത്തുകൊണ്ട് നിൽക്കണ്ടല്ലോ. പിന്നെ ബീച്ച് മാത്രം ജസ്റ്റ് ഒന്ന് കണ്ടാൽ പോരെ. പക്ഷെ അതല്ല, നിങ്ങൾ കാണുമ്പോൾ നമ്മൾ പോകുന്ന വഴിയും റൂട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളും കൂടെ കാണിക്കാമല്ലോ, ചെന്നൈയുടെ ഒരു ഭംഗി നിങ്ങളും കൂടെ ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ മൊത്തത്തിൽ ലോങ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത്. ചിലർ കുറച്ച് ഭാഗം മാത്രമല്ലേ കവർ ചെയ്യുള്ളൂ. പക്ഷേ എനിക്കിത് ഈ വീഡിയോ വീണ്ടും കാണുമ്പോൾ മനസ്സിന് സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ മൊത്തത്തിൽ ഈ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബീച്ച് എത്തിയിട്ടോ. ഇവിടെ എത്തിയപ്പോഴും അത്യാവശ്യം തിരക്ക് എന്ന് പറഞ്ഞാൽ തിരക്കൊന്നും തോന്നുന്നില്ല. ചെന്നൈ മറീന ബീച്ചിനെ വെച്ച് നോക്കണം. മറീന ബീച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള ഒരു ബീച്ചാണ് മറീന ബീച്ച്. പക്ഷേ ക്ലീനിങ്ങിൻ്റെ കാര്യമായാൽ പോലും വലിയൊരു ക്ലീനും കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ നമ്മൾ ബസന്ത് നഗർ ബീച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചിൽ നമ്പർ 1 ബീച്ചാണ്. അതായത് നല്ല ക്ലീൻ ആയിട്ടുള്ള ബീച്ചാണ് കേട്ടോ. ഇവിടെ വന്നപ്പോഴൊക്കെ അത്യാവശ്യം തിരക്ക് എന്ന് പറയുമ്പോൾ തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഇപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു മനസ്സിന് തന്നെ വല്ലാത്ത സന്തോഷമൊക്കെ തോന്നുന്ന ഒരു ഇത് കേട്ടോ ഇവിടെ എത്തിയപ്പോൾ. പിന്നെ നമ്മളെ കയ്യിൽ നമ്മളെ ഫ്ലാസ്കൊക്കെ പിടിച്ചിട്ട് ശിവാനി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ എത്തിയപ്പോൾ മാങ്ങ ഉപ്പിലിട്ട മാങ്ങല്ല, പച്ചമാങ്ങ അരിഞ്ഞിട്ട് മുളകും പൊടിയൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുമ്മട്ടിയുണ്ട്, പൈനാപ്പിൾ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ആദ്യം നമ്മളെ കണ്ണു പോകുന്നത് എന്തെങ്കിലും തിന്നണം എന്നുള്ളൊരു ചിന്തയുള്ളൂ നമുക്ക് ആദ്യം. പിന്നെ നമ്മൾ നേരെ നടക്കുന്നുണ്ട് ബീച്ചിലോട്ട്. നമ്മളെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പട്ടണപ്രവേശനം ഫിലിം നടന്ന അപ്പോൾ നാടോടിക്കാറ്റിൻ്റെ ആ ഒരു ലൊക്കേഷൻ കാണാൻ പോകണമെന്ന് ശിവന് വന്നപ്പോൾ തൊട്ട് പറയണ്ടേ. ഇവിടെ എവിടെയോ ആണ് അത് പറഞ്ഞിട്ട് നമ്മൾ നേരെ നടക്കുന്നത് അങ്ങോട്ടാണ്.
അപ്പോൾ അത്യാവശ്യം ഗെയിമും കാര്യങ്ങളും കളിച്ചിട്ടോ. പക്ഷേ മറ്റുള്ളവർ കളിക്കണം നോക്കിയോണ്ട് നിന്നിട്ടോ. അവർക്ക് കിട്ടുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഞങ്ങൾ തന്നെ കയ്യടിച്ച് ആസ്വദിക്കുകയാണ് കേട്ടോ. അവരെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത് ഞങ്ങളായിരിക്കും കേട്ടോ. വേറെ ആരൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മൾ നോക്കിയോണ്ട് നിൽക്കുകയാണ്. നമുക്കപ്പോൾ ഒന്നോ രണ്ടോ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളവിടെ നിന്ന് കഴിഞ്ഞാൽ തീരെ ശരിയാകത്തില്ല. കയ്യിലുള്ള പൈസ മുഴുവൻ പോവുകയും ചെയ്യും, ഒന്നിട്ട് കിട്ടുമില്ല. അപ്പോൾ പിന്നെ നമുക്ക് നേരെ പോവാം. നേരെ ഫ്രണ്ടിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ബുക്ക് ചെയ്ത് നമുക്ക് പോകണം. അപ്പോൾ ഗൈസ് അപ്പോൾ അത്യാവശ്യം ഇരുട്ടായൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് ആണെങ്കിൽ ഗെയിം കളിച്ചിട്ട് 2-3 ഗിഫ്റ്റും കാര്യങ്ങളും കിട്ടി. പിന്നെ ഒന്ന് വരാം. അപ്പോൾ എൻ്റെ പൊന്നു ചങ്ങായിമാരെ, ഇരുട്ടായപ്പോൾ നമ്മൾ നേരെ അവിടുന്ന് കഴിക്കാനുള്ളത് കഴിച്ച് നമ്മൾ നേരെ മെയിൻ റോഡിലേക്കാണ് വന്നത്. അപ്പോഴാണ് ഒരു ചേട്ടൻ കാറിൽ വെച്ചിട്ട് ഫോട്ടോ വരച്ചെടുക്കുന്നുള്ളത് വരച്ചേക്കുന്നുണ്ട് കേട്ടോ. ഇന്നാ പിന്നെ ആയിക്കോട്ടെ പറഞ്ഞത് ശിവാനിയുടെ ഒരു ഫോട്ടോ വരക്കാമെന്ന് വിചാരിച്ച്. ശിവാനിയുടെ ദിവസമല്ല, ശിവാനിയെ തന്നെ അങ്ങ് വരക്കാൻ വെച്ചാൽ ശിവാനി നമ്മളെല്ലാം ലുക്കാക്കി അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചേട്ടൻ അങ്ങനെ നോക്കി തന്നെ വരക്കുന്നത്. അപ്പോൾ ഏകദേശം രൂപത്തിലൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള വീഡിയോ.